ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന 2 സ്നാക്ക് റെസിപ്പീസാണ് ചെയ്യുന്നത്. ഇറാനി പോളയും ചിക്കൻ പക്കോടയും. ഇതിനായിട്ട് ബോൺലെസ് ചിക്കൻ 1 kg എടുത്തു. ഇതിലോട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായി കുക്ക് ചെയ്തെടുക്കാം. ഒരു ഫ്രൈ പാനിൽ മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ശേഷം പക്കാവടയ്ക്ക് വേണ്ടി ബാറ്റർ റെഡിയാക്കാം. എല്ലോട് കൂടിയ ചിക്കൻ ഒരു 1/2 kg എടുത്തിട്ടുണ്ട്. അതിലോട്ട് പാകത്തിന് ഉപ്പ്, അല്പം കടലപ്പൊടി, കടലമാവ് അത്യാവശ്യം ബാറ്ററിന് നമുക്ക് അത്യാവശ്യം കടലമാവ് വേണം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി, അല്പം കായപ്പൊടി, ശേഷം മൈദ, ക്രിസ്പി ആയിട്ടിരിക്കുന്നതിന് വേണ്ടി അല്പം അരിപ്പൊടി ഇവ ചേർത്ത് കൊടുക്കാം. ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. കൈവച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ സമയം തന്നെ നമ്മുടെ ഇറാനി പോളയ്ക്കുള്ള ചിക്കൻ കുക്കായിട്ടുണ്ട്. അല്പം ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അല്പം കൂടെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ബാറ്റർ റെഡി ആയിട്ടുണ്ട്. കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ആ സമയത്തേക്ക് നമ്മളുടെ ഇറാനി പോളയ്ക്കുള്ള ചിക്കൻ പീസസ് എല്ലാം കുക്കായി കിട്ടിയിട്ടുണ്ട്. ഒരു പ്ലേറ്റിലോട്ട് മാറ്റി അതേ ഫ്രൈ പാനിൽ തന്നെ ഇറാനി പോളയ്ക്കുള്ള മസാല തയ്യാറാക്കാം. അതിലേക്കായി ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തു. ശേഷം വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ചേർത്തു. അടുത്തതായി സവാള ചേർത്ത് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ചിക്കൻ വേവിച്ച സമയത്ത് നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തതിനാൽ ഈ സവാളയ്ക്ക് മാത്രമുള്ള ഉപ്പ് നമ്മൾ ചേർത്താൽ മതിയാവും. നന്നായി ഇളക്കി കൊടുക്കാം. ഉള്ളി ഒന്ന് വഴന്ന് വരട്ടെ. അതേ സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ പീസസ് എല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കൈ വെച്ച് ചെയ്യുമ്പോൾ അല്പം സമയമെടുക്കും. കൈ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് അല്പം സമയമെടുക്കും. മിക്സിയുടെ ജാറിലായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. സവാള വഴന്ന് വരുന്നുണ്ട്. നന്നായി ഇളക്കിയതിന് ശേഷം ഇതിലോട്ട് ആവശ്യമുള്ള മസാല ചേർത്ത് കൊടുക്കാം. അല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, ഇത്രയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് മല്ലിയില വേണ്ടുന്നവർക്ക് അത് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി ചെറിയ തീയിൽ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം.
ചിക്കൻ ഓൾറെഡി കുക്കായിട്ടുള്ള ചിക്കനാണ്, ഒന്ന് ചെറുതായി വേവിച്ചാൽ മതിയാവും. ഇതേ സമയം ഇറാനി പോളയ്ക്കുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതേ കപ്പിൽ തന്നെ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. ഇതിലേക്ക് 3 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാറ്ററിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അല്പം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ശേഷം സെയിം കപ്പിൽ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി അടിച്ചെടുക്കാം. ശേഷം പാൻ ചൂടാക്കി അല്പം നെയ്യ് ചേർത്ത് കൊടുത്തു. ബാറ്റർ അടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ബാറ്റർ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കിയ ബാറ്ററിൻ്റെ ഹാഫ് പോർഷൻ മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പകുതി മാത്രം ഒഴിച്ച് ബാക്കി പകുതി ഫില്ലിങ്ങിന് ശേഷം ഒഴിക്കാം. ഇനി മസാല ചേർത്ത് കൊടുക്കാം. മസാല ചേർക്കുമ്പോൾ പാനിൻ്റെ അരികുവശത്ത് നിന്ന് അല്പം വിട്ട് മാത്രം ചേർത്താൽ നന്നായിരിക്കും. പോള കുക്കായിട്ട് വരുമ്പോൾ സൈഡെല്ലാം നല്ല ഫിനിഷിങ്ങോടുകൂടി നമുക്ക് കിട്ടും. മസാല ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിക്കുമ്പോൾ പാനിൻ്റെ അരികുവശങ്ങളിൽ ആദ്യം ഒഴിക്കുക, ബാക്കി സെൻറ്ററിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ പോളയുടെ എഡ്ജസ് എല്ലാം ഫില്ലായിട്ട് കറക്റ്റായിട്ട് വരുന്നത്. ഡെക്കറേറ്റ് ചെയ്യാനായി റെഡ് ടൊമാറ്റോയും ഗ്രീൻ ടൊമാറ്റോയും വെച്ച് മൂടി വെച്ച് വേവിക്കാം. ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞു. ഇനി മറിച്ചിട്ട് മുകൾ ഭാഗം കൂടെ വേവിച്ചെടുക്കാം. ആദ്യം കുക്ക് ചെയ്ത പാനിൽ നിന്ന് മറ്റൊരു പാനിലേക്ക് മറിച്ചതിന് ശേഷമാണ് മുകൾ ഭാഗം കുക്ക് ചെയ്യുന്നത്. ഇനി ഗ്യാസിൻ്റെ മറ്റേ അടുപ്പിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ പക്കോടയുടെ പീസസ് ഓരോന്നായി എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്ത് പക്കോട റെഡിയാക്കി എടുക്കാം. ഇത് ഏകദേശം കുക്കായിട്ടുണ്ട് ഒരു സൈഡ്. ഇനി ഒന്നുകൂടെ തിരിച്ച് കുക്കാവുന്നതനുസരിച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് 2 റെസിപ്പിയും ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഏകദേശം അരമണിക്കൂറിനുള്ളിൽ നമ്മുടെ 2 ഡിഷും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഫ്താറിനൊക്കെ ജ്യൂസിൻ്റെ കൂടെയും തരിക്കഞ്ഞിയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ് ചിക്കൻ പക്കോട. ഇപ്പോൾ നമ്മുടെ ഇറാനി പോള ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതാണ് നമ്മുടെ പോളയുടെ ഫൈനൽ ലുക്ക്. വളരെ ടേസ്റ്റിയും നോമ്പിനൊക്കെ നമുക്ക് വളരെയധികം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്. ഈ 2 ഡിഷും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
താങ്ക്സ് ഫോർ വാച്ചിങ്.